ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 76 സെന്റ് സ്ഥലം ഇതാ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ. വീടൊക്കെ പരിസരത്തുള്ള സ്ഥലമാണ്, നിറയെ വീടുകളാണ്. കണ്ടോ, ഇവിടെയൊക്കെ വീടുകളാണ്. ഇതൊരു കനാലാണ് ഇതിൻ്റെ മുന്നിൽ. ഈ കനാലിൻ്റെ അപ്പുറത്തുള്ള വീടുകളാണിത്. ആ വീടിൻ്റെ നേരെ മുന്നിലായിട്ട് റോഡുമാണ്. നമ്മുടെ സ്ഥലത്താണ് ഈ മതിൽക്കെട്ട് കിടക്കുന്നത്. ആ റബ്ബറാണ് അതിർത്തി, ഒരതിർത്തി. പിന്നെ അവിടെ നിന്ന് അടിയിലെ കഴുങ്ങുന്തോട്ടാണ് അതിർത്തി. അങ്ങനെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ തൊട്ടടുത്ത വീടിൻ്റെ അടുത്ത് വരെ 76 സെന്റ്. ഓക്കെ, അപ്പോൾ ഇത് റോഡ് അതിലേക്ക് ഇങ്ങനെ ഈ വലിയ ഗേറ്റ് ഇങ്ങനെ ഇതുവരെ വരും. ഇത് കുറച്ച് പന്തായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ആളിവിടെ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. 76 സെന്റ് സ്ഥലമാണ്. ഇത് വീടുകൾക്കൊക്കെ മുറിച്ച് പ്ലോട്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാലൊക്കെ എടുക്കാൻ കണ്ടമാനം ആളുണ്ടാവും. പക്ഷെ ഇതിങ്ങനെ കിടക്കണോണ്ട് ഇതിപ്പോൾ ഒരാൾ കൊടുക്കുന്നില്ലല്ലോ, പ്ലോട്ടാക്കി കൊടുക്കുന്നില്ലല്ലോ. അതിൻ്റെ പേരിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ്, നിരന്ന ഭൂമിയാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് കണ്ട തൊട്ട് വീടാണ് കിടക്കുന്നത്. കണ്ട, നിരന്ന ഭൂമിയാണ്. റോഡിന് സെൻറ്ററിൽ കൂടെ വിട്ടിട്ട് പ്ലോട്ടാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാതല്ല എങ്കിൽ ഇതൊരാൾ എടുത്താൽ തോട്ടാക്കണിച്ച് തോട്ടാക്കിയിട്ടും കൊടുക്കാൻ പറ്റും. തോട്ടമാക്കാം. പിന്നെ നേരെ ബാക്ക് കിടക്കണത് കണ്ടോ, കഴുങ്ങും തോട്ടാണ്. അവിടെ ഇവിടെ ഓരോ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പം നോട്ടില്ലാത്തതുകൊണ്ട്, എന്നാലും നാളികേരൊക്കെ ഉണ്ട്. നോട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ആ പുറത്തൊക്കെ വീടുകളാണ്, നിറയെ വീടുകളാണ്. കണ്ടോ, ആ വീട് കാണുന്നത്, ആ വീടുകളൊക്കെ കാണുന്നതില്ലേ, അതിന് നേരെ മുന്നിൽ കൂടെ ബസ് റൂട്ടാണ്. ഞാൻ കാണിച്ചു തരാം ബസ് റൂട്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ 74 76 സെൻറ്റാണ് ഉള്ളത്. ആധാരം നോക്കിയിട്ട് അതിൻ്റെ കാശ് കൊടുത്താൽ മതി. പക്ഷേ സംഭവം ഇതിൽ ആധാരത്തിലല്ലാതെ കൂടുതൽ സ്ഥലം കിടക്കും. ഈ സാധനത്തിൻ്റെ പിന്നി കിടക്കുന്നത് കണ്ടോ, കഴുങ്ങും തോട്ടാണ്. ഇതേപോലെ കഴുങ്ങും തോട്ടാക്കാൻ വേണ്ടിയിട്ട് വാണിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അതായത് വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ. ആ ശബ്ദം കേൾക്കുന്നത് മെയിൻ റോഡിൽ കൂടെയാണ്, ബസ് റൂട്ടാണ്. അപ്പം അത്ര അടുത്താണ് ബസ് റൂട്ട് എന്ന് പറയാം. ഭൂമി നിരന്ന ഭൂമിയാണ്. കണ്ടോ, അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം, ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വീട് കണ്ടോ. ഒരു 5-8 തെങ്ങുണ്ട് ഇതിൽ. പിന്നെ ഒരു ചെറിയൊരു മാവും തൈ ഉണ്ട്. അതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഈ സ്ഥലം കിടക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ
വാഴൂര് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇത് വീട്. ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന വീടാണ്. ചെറിയ കാശ് ഉള്ള ആളുകൾ പ്ലോട്ട് അടിക്കാൻ ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. അവർക്കൊക്കെ പറ്റും കേട്ടോ. സെൻറ്റർ കൂടെയാണ് റോഡ് വിടുക. 5 സെൻറ്റ് 10 സെൻറ്റ് മുറിച്ച് കൊടുക്കുക. അവിടെ ഒരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആൾ വരും. നല്ല സെൻറ്ററാണ് ഇവിടെ. ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് 200-300 മീറ്റർ മാത്രമേ ഉള്ളൂ. അതോ കാണുന്നതാണ് നമ്മുടെ തോട്ടം. അങ്ങനെ ആ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടോ, ഇതൊക്കെ നിറയെ വീടുകളാണ്. ഇതാണ് നമ്മുടെ വീടുകളാണ്. അല്ല, ഇതാ ഈ കാണുന്നതാണ് മെയിൻ റോഡ്. ബസ് റൂട്ടാണ് കേട്ടോ. വളരെ അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. മാക്സിമം ഒരു 200-250 മീറ്റർ ഉള്ളൂ മെയിൻ റോഡ്. ഓക്കെ, ശരി.